കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ അല്ലെങ്കിൽ എന്നും ഒരേപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് മടി വരാറുണ്ടല്ലേ. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ നീട്ടി വെക്കാറുണ്ട്, അതായത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രൊഡക്റ്റീവ് ആവുക. അപ്പോൾ എല്ലാവർക്കും ആ മടി അങ്ങ് മാറ്റി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടാവും. ഏതൊക്കെ കാര്യമാണെങ്കിലും, എക്സസൈസ് ആണെങ്കിലും, വീട്ടിലെ ജോലിയാണെങ്കിലും, റീഡിങ് ആണെങ്കിലും, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മടി തോന്നുന്നു. അപ്പോൾ ഈ മടീനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? സിമ്പിളായിട്ട് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ നമുക്കൊന്ന് സ്റ്റെപ്സായിട്ട് പറഞ്ഞു നോക്കാം. എന്തായാലും അതൊരു റിമൈൻഡർ പോലെ നമുക്ക് അത് ഹെൽപ്ഫുൾ ആവുമെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, അതായത് എങ്ങനെ നമുക്ക് മടി മാറ്റിയിട്ട് കാര്യങ്ങൾ കൂടുതൽ കറക്റ്റായിട്ട് ചെയ്തു പോവാം, പ്രൊക്രാസ്റ്റിനേഷൻ എങ്ങനെ ഒഴിവാക്കാം, കൂടുതൽ പ്രൊഡക്റ്റീവ് എങ്ങനെയാവാം. അപ്പോൾ വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. പലപ്പോഴും ഇതുപോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ മടിയുള്ള ടാസ്കുകൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ടാസ്കുകൾ ഒന്നില്ലെങ്കിൽ ബോറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് റിവാർഡ് അപ്പം കിട്ടില്ല, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള പ്രോപ്പർ പ്ലാനോ ഒന്നും നമ്മുടെ കയ്യിലില്ല. അങ്ങനെയുള്ള ടാസ്കുകളൊക്കെ വരുമ്പോഴാണ് മിക്കവാറും നമുക്ക് ഈ മടി തോന്നുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ എത്ര ചെറുതോ വലുതോ ടാസ്ക് ആയിക്കോട്ടെ അതിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുക. മൊത്തത്തോടെ നമ്മൾ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് മടി തോന്നുക. അതിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് കുറച്ചുകൂടി ചെറിയൊരു സ്റ്റെപ്പ്, അതായത് ഒരു വലിയ ടാസ്കിനെ ഒരു മൂന്ന് സെക്ഷനായിട്ട് തിരിച്ചിട്ട് അതിൽ ആ ഫസ്റ്റ് സെക്ഷൻ ചെയ്യാൻ വേണ്ടി ആലോചിക്കുമ്പോൾ നമുക്ക് ആ മൊത്തത്തിലുള്ള ടാസ്ക് ചെയ്യുന്ന ആ ഒരു മടി ഉണ്ടാവില്ല. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ്. ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആ ചെറിയ ടാസ്കിനാണെങ്കിലും അല്ലെങ്കിൽ വലിയ ടാസ്ക് ഒരുമിച്ച് ചെയ്യുവാണെങ്കിലും ഒരു ഡെഡ് ലൈൻ വയ്ക്കുക. അപ്പോൾ മിക്കവാറും നമുക്ക് സമയമൊക്കെ ഉണ്ടാവും, എന്നാലും ജോലികൾ ചെയ്യാനൊരു മടിയായിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ നമുക്കൊരു ഡെഡ് ലൈൻ കൊടുക്കുക. ഇന്ന സമയത്തിനുള്ളിൽ ഇത്രയും കാര്യം ഞാൻ ചെയ്ത് തീർക്കും എന്ന് അങ്ങനെയൊന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് ചെയ്യാനൊരു ഉഷാറുണ്ടാവും. കാരണം ആ ഒരു ടൈം കൊണ്ട് നമുക്ക് അത്രയും തീർക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സമയം എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊരു ഡെഡ് ലൈൻ കൊടുക്കുമ്പോൾ നമുക്ക് ആ മടീനെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് നമുക്കവിടെ സമയം കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഡെഡ് ലൈൻ്റെ അകത്ത് അത് തീർത്താലേ സാധിക്കുകയുള്ളൂ എന്നൊരു ബോധം നമുക്ക് വരും. അങ്ങനെ ആ ഒരു ബോധം വരുമ്പോൾ നമ്മൾ എന്തായാലും മടി കൂടാതെ ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള എൻഡ് റിസൾട്ടിനെ പറ്റി ആലോചിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിലെ കിച്ചൺ ക്ലീനിങ് തന്നെ എടുക്കാം. നല്ല മടി തോന്നുന്ന ഒരു ജോലിയാണല്ലേ. പക്ഷേ നമ്മൾ ആ ഒരു കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞ് നമ്മുടെ കിച്ചൺ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ആ ഒരു കാര്യം സങ്കല്പിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ചെയ്യാനൊരു ഉഷാറുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ നൈറ്റ് ടൈം കിച്ചൺ ക്ലീനിങ് ആണെങ്കിൽ തന്നെയും പിറ്റേ ദിവസം നമ്മുടെ കിച്ചണിലോട്ട് കടന്നു വരുമ്പോൾ ആ കിച്ചൺ നല്ല നൈസായിട്ട് കിടക്കുന്നത് ആലോചിച്ചാലും നമുക്കൊരു ഉഷാറൊക്കെ തോന്നും. ഇതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളിലും ഇതുപോലെ എൻഡ് റിസൾട്ട് നമുക്ക് ആലോചിച്ചും കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ്. ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമുക്കൊന്ന് തുടങ്ങി കിട്ടാനാണ് പാട്. തുടങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു മൊമെൻറ്റത്തിൽ അങ്ങ് പോവാം. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനാണ് പാട്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഒരു ഉറക്കം തികഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താലേ നമ്മുടെ കാര്യങ്ങൾ, അന്നത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കൂ. അപ്പോൾ നമുക്ക് ഈ തോന്നുന്ന മടീനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഏറ്റവും സിമ്പിളായിട്ട് ആ കാലെടുത്ത് തറയിലോട്ട് വെക്കുക എന്നുള്ളതെങ്കിലും ആലോചിച്ച് അത് മാത്രം ചെയ്യുക. അങ്ങനത്തെ രീതിയിൽ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വേഗം പോയി ബ്രഷ് ചെയ്യുക. അങ്ങനെ നല്ല മടി തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ആലോചിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ.
അപ്പം പറഞ്ഞു വന്നത് ആ ഫസ്റ്റ് സ്റ്റെപ്പിനാ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, പിന്നെ ചിലപ്പം ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോകും. ഇപ്പോൾ രാവിലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് നമ്മുടെ ആ ബെഡൊന്ന് നീറ്റാക്കുക എന്നുള്ളത്. ആ ഒരു ബെഡ് നീറ്റായി, ആ റൂമൊന്ന് നീറ്റായി വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇനിയത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ കുറേ അധികം സമയം സോഷ്യൽ മീഡിയ കൊണ്ടുപോകും. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന്, അതായത് ഇപ്പോൾ ഇൻസ്റ്റയൊക്കെ കണ്ട് നമ്മൾ ഇരുന്ന് പോയതിന് ശേഷം പിന്നെ എണീക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മടിയാണ്. നേരെ മറിച്ച് നമ്മുടെ അത്യാവശ്യം പണികൾ തീർത്തിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അതിനുശേഷം നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ആ സോഷ്യൽ മീഡിയയിൽ ഒരു കൺട്രോൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മളതിൽ ലയിച്ചിരുന്ന് പോയി പിന്നെ നമ്മൾ ചെയ്യാൻ നോക്കുമ്പോഴത്തേനും നമുക്ക് നല്ല മടി വരും, നമ്മുടെ സമയം ഒത്തിരി പോയിട്ടുണ്ടാവും. അപ്പം കുറച്ച് സമയത്തിനുള്ളിൽ പിന്നെ ബാക്കി കാര്യം ചെയ്യാനാണെങ്കിൽ വീണ്ടും നമുക്ക് മടി വരും, നമ്മൾ നമ്മുടെ ജോലികൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ എന്തൊക്കെ സ്റ്റെപ്സ് ആണെന്നുള്ളത് ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ആദ്യത്തേത് നമ്മുടെ വലിയൊരു ടാസ്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കുഞ്ഞു കുഞ്ഞു ടാസ്കുകളാക്കിയിട്ട് ആ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തേത് ഒരു ഡെഡ് ലൈൻ വെക്കുക. 3 എൻഡ് റിസൾട്ടിനെ പറ്റി ചിന്തിക്കുക. 4 ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ചെയ്തു തുടങ്ങുക, അപ്പോൾ നമുക്കൊരു മൊമെൻറ്റ് കിട്ടും. 5-മത്തേത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ യൂസിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ 5 സ്റ്റെപ്സും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രൊക്രാസ്റ്റിനേഷനും മടിയൊക്കെ വെച്ചിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം, അതായത് നാളെ ഈ ഒരു കാര്യമൊക്കെ ഒന്ന് വെച്ചിട്ട് നമ്മളുടെ മടി തോന്നുന്ന ജോലികളൊന്ന് പ്ലാൻ ചെയ്ത് നോക്കുക. തീർച്ചയായും നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ബൈ.